നമ്മളെല്ലാവരുടെയും കാഴ്ചകൾ ഒരേപോലെയാണ്. ഇപ്പോൾ പുറത്തിറങ്ങുന്നു, ട്രാഫിക് കാണുന്നു, പലവിധ സൈൻ ബോർഡ്സ് കാണുന്നു, ആളുകളെ കാണുന്നു. എന്താണ് അത് കണ്ടിട്ട് നമ്മൾ എന്ത് പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. എനിക്ക് എന്താണ് മറ്റുള്ളവർ കാണാത്ത എന്താണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നമുക്ക് ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. പ്രകൃതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്, മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ ഒരു രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ ഒരു അതായത് പ്രകൃതി ആവശ്യപ്പെടുന്നത് എന്താണ്? സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി പ്രകൃതി ആവശ്യപ്പെടുന്നത് ഇനി നിങ്ങൾ വിശ്രമത്തിലേക്ക് പോകണം. നമ്മൾ ആ രാത്രി മുഴുവൻ അതിന് വിരുദ്ധമായ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ നമ്മളെപ്പോഴും ഉറങ്ങാൻ പോകുന്നത് ഈ സാധനം സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആവുന്ന സമയം, പക്ഷികളും മൃഗങ്ങളൊക്കെ ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ ചില ആളുകൾ നമ്മളെന്ന് പറയാനില്ല, അങ്ങനെയാണ്. ഇതൊക്കെ ശരിക്കും നമ്മളുടെ ബയോളജിക്കൽ നോക്കിയിട്ട് ക്രമീകരണങ്ങൾ വേണം എന്ന് തോന്നിയാൽ മാറ്റണ്ടേ. അപ്പോൾ ഈ ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ അറിയാം, ഈ രാത്രി വർക്ക് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഇനി എത്ര കടന്നുറങ്ങി പകല് 8 അല്ലെങ്കിൽ 10 ഉറങ്ങിയാലും ആ രാത്രി ഉറങ്ങുന്ന ഒരു 5-6 മണിക്കൂറിൻ്റെ ഡീപ്പ് സ്ലീപ്പിൻ്റെ ഗുണം കിട്ടില്ല. അപ്പോൾ ഇത് നമ്മളാണല്ലോ നമ്മളെ ജീവിതം. കാരണം നമ്മൾ ഇതൊക്കെ കുറേ ബിസിനസ് ഉണ്ടാക്കി, വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെ നമ്മളെ തടിയില്ലെങ്കിൽ അതില്ല. ബയോളജിക്കലി അത് എന്താണ്, ഒരു കോശം പോയാൽ പോയത് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കിഡ്നി പോയാൽ പിന്നെ പോയത് തന്നെ ഇല്ല. അപ്പോൾ അതൊക്കെ പോവാതെയും ആരോഗ്യം സൂക്ഷിച്ച്, ഉറക്കം സൂക്ഷിച്ച്, ഭക്ഷണം സൂക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും കൂടെ ബിസിനസ്മാൻമാർ ശ്രമിക്കണം. ഉറക്കമായാലും ഭക്ഷണമായാലും ഒക്കെ ഒരു കൃത്യമായി ഒരു പ്രകൃതി നമ്മളോട് ആവശ്യപ്പെടുന്ന പോലെ ഒന്ന് അതിനോട് ഇണങ്ങി അതിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ഒരു ശ്രമം നടത്തണം. അതും നമ്മുടെ ടൈം കീപ്പിങ്ങിൽ, നമ്മുടെ ടൈം ടേബിളിൽ ഉറങ്ങാനും കൂടെ ഒരു സമയം കൃത്യമായിട്ട് നമ്മൾ നിർവചിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ആ ടൈം ടേബിൾ നമുക്ക് കൊണ്ടു നടക്കാൻ ശ്രമിച്ചാൽ നാളെ ബിസിനസ് വളരുന്നതോടുകൂടി നമ്മളും കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ബിസിനസ് അങ്ങ് വളരും, ബിസിനസ് സംഭവമായിട്ട് വളരും, പക്ഷെ നമ്മളുണ്ടാവില്ല. ഓക്കെ, ഇത് നമ്മൾ പ്രകൃതിയിൽ മാത്രമല്ല, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കണം എന്നില്ല. ഉദാഹരണം പറയാം, ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നു, അവർ പറയണേ ഞങ്ങൾ പ്രകൃതിക്ക് ഇണങ്ങി രാത്രി ഞങ്ങൾ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പോലീസ് അവർ നമ്മളെ സംരക്ഷകരായി നിൽക്കുകയാണ്. പട്ടാളക്കാർ, ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാർ. അപ്പം നമ്മളുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ നമ്മൾ വളരുന്ന ആ ഒരു സാഹചര്യം അതിൽ കണക്കിലെടുത്തിട്ടായിരിക്കണം നമുക്കത് ചെയ്യേണ്ടത്. പല തരത്തിലുള്ള ബിസിനസ് ഉണ്ട്. അപ്പം ബിസിനസ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിയോട് ഇണങ്ങണം എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്നത് ബിസിനസ്സിനെ ഇല്ലാതാക്കിയിട്ടല്ല പ്രകൃതിയോട് ഇണങ്ങേണ്ടത്. ഇപ്പൊ ഹോസ്പിറ്റൽ പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ തന്നെയാണ്. രാത്രി നിർബന്ധമായി വർക്ക് ചെയ്യേണ്ട. ഇപ്പൊ ഞാൻ തന്നെ ഒരു മൊബൈൽ ഷോപ്പ് ബിസിനസ് നടത്തുന്ന ആളുകളാണ്. എൻ്റെ നാട്ടിലെ ഇവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. അവര് ഈ സമയത്ത് രാത്രി 1 മണി 1:30 വരെ, ഇന്നലെ 1:30ക്കാണ് എൻ്റെ ഷോപ്പ് അടക്കുന്നത്. പകുതി ഷട്ടർ താത്തിയിട്ടും എൻ്റെ ഷോപ്പിന് ഞാൻ ക്യാമറ നോക്കുമ്പോൾ നിറച്ച് കസ്റ്റമേഴ്സാണ്. എന്നിട്ടും അടിയിൽ കൂടെ ഉന്തി തള്ളിയിട്ട് കസ്റ്റമർ കയറുകയാണ്. ഇവിടെ നമ്മൾ ഇവരെ പിടിച്ച് പുറത്താക്കിയിട്ട് നമുക്കൊരു ഞങ്ങളുടെ ടൈം ടേബിൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയുന്നില്ല. ഇവിടെയൊക്കെ നമ്മളിത് ഈ യാഥാർത്ഥ്യം കാണുമ്പോഴും ഇത് നമ്മുടെ ഉള്ളിൽ വേണം എന്നാണ് ഞാൻ. തീർച്ചയായിട്ടും ഇത്രേ ഉള്ളൂ. ഇത് നമുക്ക് ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നിരന്തരം നമ്മൾ നടത്തിയാൽ അതിലേക്ക് എത്തും. തീർച്ചയായിട്ടും ശരിയാണ്. നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന നമ്മൾക്ക് ആ ഒരു പ്രകൃതിയോട് ഇണങ്ങാത്ത സമയങ്ങളിൽ വരുന്ന ഡാമേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. പക്ഷെ ഇതിലെന്താണെന്നറിയോ, നമ്മളൊരു മാറ്റത്തെ കുറിച്ച് ചിന്തിക്കാം. മാറ്റം വേണമെന്ന് നമ്മൾ എക്സാമ്പിള്, നമ്മൾ സ്ഥിരമായിട്ട് ഒന്ന് കുളിക്കാൻ കയറുന്ന സമയത്ത് കുളി തുടങ്ങി മേല് വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ഥിരമായിട്ട് സോപ്പ് തേച്ച് തുടങ്ങുന്നത് ചിലപ്പോൾ ഒരേ സ്ഥലത്തായിരിക്കും. അതൊന്നും മാറ്റം വരുന്നുണ്ടാവില്ല, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. നമ്മൾ ഒരു വട്ടെങ്കിലും സോപ്പ് ഒന്ന് മറ്റു സൈഡിൽ നിന്ന് തുടങ്ങി നോക്കുകയുള്ളൂ. അപ്പോഴാണ് അതിലും ഒരു ഇത് മനസ്സിലാവും, കാരണം വ്യത്യാസം മനസ്സിലാവും. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾ ഒരു വട്ടെങ്കിലും ഒന്ന് മാറ്റി ചിന്തിച്ചു നമുക്ക് ഈ തലന്റെ ഇവിടെ ഒരു ചെറിയൊരു വേദന പോലെ ഫീൽ ചെയ്യും. കാരണം എന്താ പറയുക, നമ്മൾ സ്ഥിരം ചെയ്യാത്തൊരു സംഭവം, ചെറുതായിട്ടൊന്ന് തെറ്റി സഞ്ചരിക്കാൻ. അപ്പൊ അത് ഇപ്പൊ ഈഗിൾ മെത്തേഡൊക്കെയാണ്. ഈഗിളിന്റെ അത് ചെയ്യുന്ന അതേ മെത്തേഡ്, ഈഗിൾ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അതായത് ആ വേദന മാറാൻ നമ്മൾ എന്ത് തയ്യാറാവും. നമ്മള് ഇതിനെ നമ്മളെ കംഫർട്ട് സോണിൽ നമ്മളെ സ്ഥിരം പോകുന്ന യാത്രയൊക്കെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യാനും ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താനും ശ്രമിക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇപ്പൊ ഇവർ പറയുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ ചില വയറിങ്സ് ഉണ്ട്.
സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ട് അത് കൃത്യമായി വയർ ചെയ്തതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് നടക്കുമ്പോൾ ആ പ്ലഗ് ഊരിയിട്ട് ഇപ്പുറത്തൊന്ന് കുത്തേണ്ടി വരും. അതിന് നമ്മുടെ ശരീരം, നമ്മുടെ മൈൻഡ് റെഡിയല്ല. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്തു സ്ഥിരമായി ചെയ്യുമ്പോൾ പിന്നെ മുതൽ അത് പണിയെടുക്കാൻ തയ്യാറാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്ലഗുകൾ കുത്താനും ചില പുതിയ വയറിങ്സ് ഒക്കെ ചെയ്യാൻ റെഡിയാവും. അപ്പോൾ ഒരു നല്ലൊരു എക്സസൈസാണ് ഇതുപോലെ. എന്തും നമ്മൾ ഇന്നത് കഴിക്കാൻ പറ്റും, ഇന്നത് കഴിക്കാൻ പറ്റില്ല, അതൊക്കെ ഒന്ന് മാറ്റി ഇടക്കിടക്കൊന്ന് പരിശീലിക്കുന്നത് നല്ലതാണ്. നമ്മള് വീട്ടിലേക്കൊക്കെ പോണ വഴികളുണ്ടാവും, നമ്മൾ സ്ഥിര വഴി കൂടി തന്നെ പോവാ എന്നുള്ളത് മാറ്റം വരുത്തിയിട്ട് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പോയി നോക്കാം. ഇതെന്താണെന്നറിയോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവും നമുക്ക് ഒരുപാട് മാറ്റങ്ങളിലേക്ക്. ഇപ്പൊ നമുക്ക് മാറണം നമ്മൾ ചിന്തിക്കും, പക്ഷെ എല്ലാവരും ആഗ്രഹം തന്നെ ആയിരിക്കും എനിക്ക് മാറണം. പക്ഷെ ഈ ഒരു ചെറിയ സംഭവം, സോപ്പ് തേച്ച് തുടങ്ങുന്ന ചെറിയ സംഭവം പോലും നമുക്ക് മാറ്റാൻ പറ്റൂ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് തേച്ച് നോക്കിയാലേ പറ്റുള്ളൂ. ഇതൊന്ന് എനിക്കത് വളരെ ഒരു വലിയ സംഭവം. നമ്മളിപ്പോൾ ഓരോ ബിസിനസ്മാനും എനിക്ക് അങ്ങനെ ഒരു സക്സസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ, വലിയൊരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്നലെ ചെയ്ത അതേ പണി തന്നെയാണ് ഇന്ന് ഷോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത സാധനം ഇന്നും ചെയ്താൽ നമുക്ക് എങ്ങനെ സക്സസ്? ഇന്നലെ ചെയ്തിട്ട് എന്ത് സക്സസ് ആണോ കിട്ടിയത് അത് തന്നെ എന്നും കിട്ടുള്ളൂ. ഒരിക്കലും ഒരു വലിയ സക്സസ് കിട്ടില്ല. വലിയ സക്സസ് കിട്ടണമെങ്കിൽ ഇന്നലെ ചെയ്തതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇന്ന് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് അപ്ഡേഷൻ കൊടുക്കണം. അപ്പോഴേ നമ്മളെ സക്സസിന് അപ്ഡേഷൻ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇന്നലെ ചെയ്ത അതേ പണി വരുന്നു, അവിടെ ടാബിൾ തുറക്കുന്നു, കസ്റ്റമർ വരുന്നു, അവന് സാധനം വിൽക്കുന്നു, വേറെ ഒന്നും പുതിയതൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് സക്സസ് എത്തുക? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതേ സ്റ്റാർട്ടിങ് തന്നെയാണ് ഷോപ്പിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ ഒന്ന് അങ്ങോട്ട് മാറ്റി, അതൊന്ന് ഇങ്ങോട്ട് മാറ്റി, ചെറുതായിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ഈ അപ്ഡേഷൻസ് നടക്കുള്ളൂ. ഇതാണ് ഈ മനുഷ്യന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, കൃത്യമായി പഴയ തന്നെ ചെയ്യുന്ന സ്വഭാവത്തിന് പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷൻ എന്നാ പറയാം. പെയിൻഫുൾ ട്രാൻസ്ഫോർമേഷൻ നിർബന്ധമാണ് മനുഷ്യരിൽ, എന്നാലേ മാറ്റത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മൾക്ക് നമ്മളെ ഫോണ് എക്സാമ്പിൾ എടുക്കാം, നമ്മളെ മൊബൈല്, അതിൽ കോൾ ചെയ്യാം, പിന്നെ ഗെയിം, യൂട്യൂബ് എല്ലാം ചെയ്യാം അല്ലേ. പക്ഷെ കമ്പനി ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ? നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്നില്ലേ, യൂട്യൂബ് നോക്കാൻ പറ്റുന്നില്ലേ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ആ അപ്ഡേഷൻ വേണം. അതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതിൽ അപ്ഡേഷനുകൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിജയിക്കാൻ പറ്റുള്ളൂ. ആ വിജയങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് സ്ഥിരമായി നമ്മൾ പിന്നെ ഷെഡ്യൂൾ ചെയ്യണം, ടൈം ക്രമീകരിക്കണം, ഉറക്കത്തിന് ടൈം കണ്ടെത്തണം, എല്ലാം കണ്ട് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മൾ അപ്ഡേറ്റഡ് ആവും. നമ്മൾ അപ്ഡേറ്റ് ആയാൽ മാത്രമേ ഉള്ളൂ ബിസിനസ് അപ്ഡേറ്റ് ആവും. എന്നാലും നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവും. നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിനൊക്കെ കൊച്ചു പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, ആപ്പിള് തലയിൽ വീണ ഒരു സ്റ്റോറി നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്നുണ്ട്. ന്യൂട്ടൺ അല്ലേ? അപ്പൊ ന്യൂട്ടൺ ആക്കിയത് ആപ്പിൾ തലയിൽ വീണത് കൊണ്ടല്ല, ആ കാഴ്ചയിലല്ല, കാഴ്ചപ്പാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടില് എന്തുകൊണ്ട് വീണു എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അതുവരെയും ലോകത്തൊന്നും മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴാത്തത് കൊണ്ടല്ല. ന്യൂട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് സാധനം താഴേക്ക് മുമ്പ് വീണിട്ടുണ്ടാവും, ന്യൂട്ടൻ തന്നെ താഴേക്ക് വീണിട്ടുണ്ടാവും, അതൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. അതെ, പറഞ്ഞത് മരത്തിന്റെ ചോട്ടിലിരുന്ന് വീഴപ്പോഴാണ് ഒരു കാരണം എന്നാണ് നമ്മൾ പറയുന്നത്. അതെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ഈ കാഴ്ചപ്പാടുകളിലുള്ള മാറ്റം അനിവാര്യമാണ്. നമ്മൾ ഓൺടർപ്രനേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്. നമ്മളെല്ലാവരുടെയും കാഴ്ചകൾ ഒരേപോലെയാണ്. ഇപ്പോൾ പുറത്തിറങ്ങുന്നു, ട്രാഫിക് കാണുന്നു, പലവിധ സൈൻ ബോർഡ്സ് കാണുന്നു, ആളുകളെ കാണുന്നു. എന്താണ് അത് കണ്ടിട്ട് നമ്മൾ എന്ത് പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു ഡെലിബറേറ്റ് ആക്ഷൻ ആക്കി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. എനിക്ക് എന്താണ് മറ്റുള്ളവർ കാണാത്ത എന്താണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നമുക്ക് ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ക്രമീകരിച്ച് ചെയ്യണമെന്ന്